പ്രസ് കോൺഫറൻസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ആലപ്പുഴയുടെ MP ആയിട്ടുള്ള ശ്രീ AM ആരിഫാണ്. സ്വാഗതം ശ്രീ AM ആരിഫ്. ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ, എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ അരുൺ കുമാർ, സുജയ പാർവതി എന്നിവരാണ്. റിപ്പോർട്ടേഴ്സ് പ്രസ് കോൺഫറൻസിലേക്ക് താങ്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമ്മളൊരിക്കൽ കൂടി കണ്ടുമുട്ടുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇരു മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് അടുത്ത ആഴ്ചയോടുകൂടി പൂർത്തിയാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. നോക്കൂ ശ്രീ AM ആരിഫ്, തുടങ്ങുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അഭിമാന നേട്ടമായിരുന്നു ആലപ്പുഴയിലെ വിജയം എന്ന് പറയുന്നത്. പരിപൂർണമായും LDF തറപറ്റിയ ഒരു ഇലക്ഷനാണ് 2019 നടന്നത്. CPM-ൻ്റെ മുഖം രക്ഷിച്ചത്, ഇടതുപക്ഷത്തിൻ്റെ മുഖം രക്ഷിച്ചത് AM ആരിഫാണ്. നമ്മളിപ്പോൾ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയത്തിനും ഇടവരാത്ത വിധത്തിൽ AM ആരിഫിനെ നേരത്തെ തന്നെ ലോഞ്ച് ചെയ്യാൻ LDF-നും CPM-നും ബാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ ആലപ്പുഴയിൽ ആരായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നതൊരു സജീവ ചർച്ചാ വിഷയമാകുന്നത്. അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ഒന്ന്. അക്കാര്യത്തിൽ പാർട്ടിക്ക് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടോ? കാരണം വെച്ചാൽ ആകപ്പാടെ അവർക്കുള്ള ഒരേ ഒരു MP എന്ന് പറയുന്നത് ആരിഫാണ്. ആരിഫിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ചയുടെ ആവശ്യം തന്നെയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച വരുന്നത്? അല്ല, അങ്ങനെ ഒരു ചർച്ച ഉള്ളതായിട്ട് എനിക്കറിയില്ല. ആലപ്പുഴയിൽ പാർട്ടി എന്നെ മത്സരിപ്പിക്കണമെന്നോ മത്സരിപ്പിക്കേണ്ടെന്നോ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് സമയമായിട്ടില്ല. കാരണം അതിന് പാർട്ടി സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വം നിർദ്ദേശിക്കുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവേണ്ടതുള്ളൂ. പിന്നെ എന്താ പറയുക, 20 സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഉള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വം നടത്തുമ്പോൾ അതിന് ഓരോ മണ്ഡലത്തിലേക്കും ഉള്ള ഓരോ സ്ട്രാറ്റജിയാണ് അവർ ആവിഷ്കരിക്കുന്നത്. അതിൽ ഒരു സ്ട്രാറ്റജിയാണ് ഇങ്ങനെ ആരിഫിനെ നിർത്തുമോ നിർത്തത്തില്ലയോ എന്നുള്ള ഒരു പുകമറ നിർത്തുക. ഇതിലൊന്നും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഉള്ളതല്ല ഈ വിഷയം. നമ്മൾ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതൊക്കെ പാർട്ടി അവസാനമായി തീരുമാനിക്കും. അതിൽ ഇപ്പോൾ ഞാൻ 3 തവണ അസംബ്ലിയിലേക്ക് മത്സരിച്ചു, 1 തവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു, ജയിച്ചു. പാർട്ടിക്ക് പല മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ എല്ലാം നോക്കാതെ ഒന്നും പാർട്ടി ഈ തിരഞ്ഞെടുപ്പിൽ ഒരു മാനദണ്ഡം മാത്രമേ ആരിഫുമായി ബന്ധപ്പെട്ടുള്ളൂ. താങ്കൾ ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. താങ്കൾ മാത്രമാണ് വിജയിച്ച LDF-ൻ്റെ MP. ആ അർത്ഥത്തിൽ ഒറ്റ മാനദണ്ഡമേ ആരിഫിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിനുള്ളൂ, CPM-നുള്ളൂ. വിജയിച്ച ആ MP-യെ അവിടെ തന്നെ മത്സരിപ്പിക്കുക. അതിനൊരു കൺഫ്യൂഷനും ഇല്ലാതെ എത്രയും പെട്ടെന്ന് ലോഞ്ച് ചെയ്താൽ അത്രയും പെട്ടെന്ന് ആരിഫിന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് പോകാം. അത്തരം ആക്ടിവിറ്റീസ് ഒരു ഒരു അഡ്വാൻറ്റേജ് നൽകും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കി തരേണ്ടതായിരുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു കാര്യം കൂടി ചോദിച്ചോളാം. ഈ പറയുന്ന ഈ ആരിഫ് ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ അവിടെ സ്ഥാനാർത്ഥികൾ എന്നുള്ളത് UDF സൃഷ്ടിക്കുന്ന ഒരു പുകമറയാണോ അതോ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പുകമറയാണോ? അത്തരം ഒരു ആശയക്കുഴപ്പത്തിനും ഇപ്പോൾ പ്രസക്തി ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത്? നിശ്ചയമായും താങ്കൾ തന്നെ ആലപ്പുഴയിൽ മത്സരിക്കും എന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞത് 20 പാർലമെൻറ്റ് സീറ്റും LDF CPM നയിച്ച മുന്നണി തോറ്റ അനുഭവം 77-ലുണ്ട്. അത് കഴിഞ്ഞ് 3 പേർ മാത്രം ജയിച്ച അനുഭവമുണ്ട്. സുരേഷ് കുറുപ്പും മറ്റുമൊക്കെ ജയിക്കുന്ന സമയത്ത്, ആഞ്ചലൂസും മറ്റും ജയിക്കുന്ന സമയത്ത് ഘടകകക്ഷികളല്ല 3 പേരാണ് അന്ന് ജയിച്ചത്, 3 പേര് വീതം. അപ്പോൾ 20 തോറ്റതുകൊണ്ട് 3 സീറ്റ് മാത്രം ജയിച്ച അനുഭവങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം അങ്ങനെ ജയിച്ചവരെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുക എന്നതൊന്നും ആയിരുന്നില്ല. അതിന് ഓരോരോ ഘടകങ്ങളുണ്ട്. അതിന് പാർട്ടി നോക്കുന്നത് ഈ 33 MLA-മാരെ മാറ്റി, ഞാൻ പറഞ്ഞപ്പോഴല്ലോ, നല്ല പെർഫോം ചെയ്ത മന്ത്രിമാരെ എല്ലാവരെയും മാറ്റി പുതിയ ടീമിനെ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റേതായ ചിന്തിക്കുന്നൊരു പാർട്ടിക്ക് ആരിഫിനെ തന്നെ നിസ്സംശയം അങ്ങോട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ നമ്മൾ വാശി പിടിക്കുന്നതൊന്നും ശരിയല്ല. പാർട്ടിക്ക് അത് യുക്തമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർത്തും. മത്സരിപ്പിക്കാൻ പറയുകയാണെങ്കിൽ, മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാകും. അത് പാർലമെൻറ്റിലായാലും പഞ്ചായത്തിലായാലും എവിടെയാണോ പാർട്ടി പറയുന്നത് അതനുസരിച്ചാണ് സാധാരണഗതിയിൽ മത്സരിക്കുകയും മറ്റും ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മുൻകൂട്ടി ഒരു അംഗീകാരം ബാക്കിയുള്ളവർക്കെല്ലാം പിന്നെ കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കലും അങ്ങനെയല്ല പാർട്ടിയുടെ സിസ്റ്റം ചെയ്യുന്നത്. താങ്കൾക്കടക്കം അവിടെ തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ സമയമാണ് ഇനി തെരഞ്ഞെടുപ്പിന് മുൻപിലുള്ളത്. കഷ്ടിച്ചൊരു 45 ദിവസം കിട്ടിയാലായി എന്ന നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾ പോവുക. നോക്കൂ, സജി ചെറിയാനാണ് ആലപ്പുഴയിലെ മികച്ച സ്ഥാനാർത്ഥി സാധ്യതകളെ കുറിച്ചൊരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നത്. അതിൽ
ജി സുധാകരൻ്റെ പേര് പറയുന്നു, തോമസ് ഐസക്കിൻ്റെ പേര് പറയുന്നു, അതേപോലെ താങ്കളുടെ പേരും എ എം ആരിഫിൻ്റെ പേരും സജി ചെറിയാൻ പറയുന്നു. കണക്കുകൾ നോക്കുകയാണെങ്കിൽ അന്ന് CB ബാബു ഉണ്ടായിരുന്നത് 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തോൽക്കുന്നത് താങ്കൾക്ക് മുൻപ്. അതിനുശേഷം താങ്കൾ മത്സരിക്കാൻ വരുമ്പോൾ അവിടെ മത്സരിക്കാൻ വരുന്നത് ഷാനിമോൾ ഉസ്മാനാണ്. അപ്പോൾ KC വേണുഗോപാലിൽ നിന്ന് ഷാനിമോൾ ഉസ്മാനിലേക്ക് എത്തുമ്പോൾ താങ്കളുടെ ലീഡ് 10,000 അതായത് കോൺഗ്രസിൻ്റെ ലീഡിനേക്കാൾ കുറവാണ് താങ്കളുടെ ലീഡ്, 10,000. അപ്പോൾ ഇനിയൊരു റിസ്ക് എടുക്കാൻ കഴിയില്ല എന്നത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ? ഇനി വീണ്ടും KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള നീക്കങ്ങൾ അപ്പുറത്ത് നടക്കുന്നത് കൊണ്ട് ആരിഫിനെ പോലെ തന്നെ പരിഗണിക്കാവുന്നവരാണ് തോമസ് ഐസക്കും ജി സുധാകരനും എന്ന സൂചനയാണോ സജി ചെറിയാൻ നൽകിയത്? അല്ല, അതിൽ സഖാവ് സജി ചെറിയാൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ ശ്രീ ജി സുധാകരനുമൊക്കെ വളരെ അവർ ദീർഘകാലത്തെ പാരമ്പര്യമുള്ള വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ജനപ്രതിനിധികളായിരുന്നു, അതുപോലെ ഭരണ നേതൃത്വമായിരുന്നു. അവരൊക്കെ സ്വാഭാവികമായും അവർക്ക് നല്ല വ്യക്തിപരമായ ബന്ധങ്ങളും അതുപോലെ സംഘടനാപരമായ ബന്ധങ്ങളുമൊക്കെ ധാരാളമുള്ളൊരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം. അവർ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് സർവ്വതാ യോഗ്യരുമാണ്. അതിനൊന്നും ഒരു സംശയവും അക്കാര്യത്തിൽ ആർക്കുമില്ല. അപ്പോൾ പിന്നെ അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒക്കെ ഉള്ള പല പേരുകളെ ചേർത്ത് വെച്ച് ചർച്ച ചെയ്യുന്നതിൽ എന്താ അപാകത? അതൊക്കെ പാർട്ടി സംസ്ഥാന നേതൃത്വം അത്തരത്തിൽ ചർച്ച ചെയ്ത് ഉചിതമായൊരു തീരുമാനത്തിലേക്ക് എത്തും. അതായത് തീരുമാനം എല്ലാവരും അതിനെന്താ തെറ്റ്? അങ്ങനെ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല. തീരുമാനിച്ചിരിക്കുന്നത് അതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ മാത്രമാണ്. അപ്പോൾ അങ്ങനൊരു തീരുമാനം UDF എടുത്തിട്ടുണ്ട്, കോൺഗ്രസ് എടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സൂചനയും. അത്തരത്തിലൊരു നിലപാട് പാർട്ടി എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിജയിച്ച സ്ഥാനാർത്ഥിയെ നിലനിർത്തുക എന്നതിനും അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ കൂടിയായിരിക്കും പരിഗണിക്കുക. അതാണോ CPM ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്ന നയം? അല്ല, CPM സംസ്ഥാന ഞാനതല്ലേ പറഞ്ഞത്, കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഓരോ മണ്ഡലത്തിലെയും വിശദമായ പരിശോധന നടത്തി. കഴിഞ്ഞ തവണ വളരെ ഏർലി ആയിട്ടാണ്, വളരെ നേരത്തെ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഉണ്ടായത്. എന്നിട്ട് 19 പേര് തോറ്റില്ലേ? അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ അങ്ങ് നടത്തി കഴിഞ്ഞാൽ ഗുണപരമായി വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മറിഞ്ഞുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. താമസിച്ച് പ്രഖ്യാപിച്ചാലും ചില ഗുണങ്ങളുണ്ടാകും, നേരത്തെ പ്രഖ്യാപിച്ചാലും ചില ഗുണമുണ്ടാകും. നേരത്തെ പ്രഖ്യാപിച്ചാൽ ചില ദോഷങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പരിശോധിച്ച് പാർട്ടിയും മുന്നണിയും ഗൗരവമായ ആ വിഷയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ തന്നെ ഇങ്ങനെ ചർച്ച ചെയ്ത് നിലവിൽ സിറ്റിംഗ് ആയിട്ടൊരു MP ഉള്ളതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് സിറ്റിംഗ് MPമാരെ തന്നെ അവർ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നു, അതുകൊണ്ട് നിലനിർത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷം അതുപോലെ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളതാണ് രണ്ട് മുന്നണികൾക്കും. അതിനകത്ത് ആ പാറ്റേൺ തന്നെ തുടരണമെന്നൊന്നും CPMനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമാക്കിയതല്ലേ. അവർ സിറ്റിംഗ് MLAമാരെ എല്ലാവരെയും കഴിഞ്ഞ തവണ നിർത്തിയപ്പോൾ CPM ആവട്ടെ അല്ലെങ്കിൽ LDF ആവട്ടെ പുതിയ അംഗങ്ങളെയാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് അക്കാര്യത്തിലുള്ളത്. ശ്രീ A. M. ആരിഫ്, കഴിഞ്ഞ തവണ താങ്കളുടെ എതിർ സ്ഥാനാർത്ഥികൾ അവർ കൂടി ഒരു ഘടകമായി മാറി താങ്കൾ ഒരു ഏക MP ആയി കേരളത്തിൽ നിന്ന് ജയിച്ചു വരുന്നതിന്. പക്ഷേ ഇക്കുറി കുറച്ചുകൂടി കടുത്ത മത്സരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൂടി പരിഗണിച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് അവിടെ ഒരു ജയസാധ്യതയുണ്ട്. പക്ഷേ പാർട്ടിയുടെ ഒരു പ്രതീക്ഷ അത്രത്തോളം ഉയരുന്നില്ല എന്ന ഒരു ധ്വനി കേൾക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ. തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. ഞാൻ മത്സരിക്കാൻ 2019 മത്സരിക്കാൻ എന്നെ പാർട്ടി തീരുമാനിക്കുമ്പോൾ ഒരേ ഒരു സ്ഥാനാർത്ഥിയെ അപ്പുറത്ത് ഞങ്ങൾ കണ്ടിരുന്നുള്ളൂ. അത് ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹം അന്ന് മത്സരിക്കാനിരിക്കുന്നതിന് പറഞ്ഞ കാരണങ്ങൾ അദ്ദേഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്വം സെൻട്രലുണ്ട് എന്നാണ്. ഇന്നലെയോ മറ്റോ അദ്ദേഹം വീണ്ടും അത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞെന്നാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന കാരണങ്ങളെക്കാൾ കൂടുതൽ വർദ്ധിച്ച ഉത്തരവാദിത്വം അദ്ദേഹത്തിന് വന്നു. അന്ന് അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല, ഇപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ കൺവീനറാണ്. അങ്ങനെ പല ചുമതലകൾ കൂടി അദ്ദേഹത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം മത്സരരംഗത്തേക്കില്ല. പിന്നെ നമ്മളിപ്പോൾ KC വേണുഗോപാൽ മത്സരിച്ചാൽ KC വേണുഗോപാലിനോട് രണ്ടാമത് 80,000 പരം വോട്ടിന് ജയിച്ച KC വേണു രണ്ടാമത് മത്സരിച്ചപ്പോൾ വെറും 19,000 ചുരുങ്ങിയില്ലേ? അപ്പോൾ സ്വാഭാവികമായും ആ മത്സരത്തിൽ LDFന് മുന്നേറാൻ പറ്റുമെന്ന് തെളിയിച്ചതല്ലേ. അപ്പോൾ പിന്നെ അതുകൊണ്ടൊന്നും കാര്യമില്ല.
പിന്നെ ഈ ധ്വനി എവിടുന്ന് വന്നെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തോ ഒരു മാധ്യമം മാത്രമാണ് അങ്ങനെ ഒരു ധ്വനിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ആ മാധ്യമത്തിൻ്റെ അവിടുത്തെ ലേഖികയ്ക്ക് ചില ഇന്നർ ഇഷ്യൂസൊക്കെ അവർ ഇങ്ങനെ ചുമ്മാ വെറുതെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നതിനപ്പുറമായി അങ്ങനെ ഒരു ചർച്ച വന്നതായിട്ട് പോലും എനിക്കറിയാൻ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ CPM-നകത്ത് ചില താങ്കൾ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു, അല്ലെങ്കിൽ താങ്കൾ തന്നെയാണ്, അതായത് 19 സീറ്റുകൾ LDF-നെ കൈവിട്ട തെരഞ്ഞെടുപ്പിലും തല ഉയർത്തിപ്പിടിക്കാൻ ഘടകമായ AM ആരിഫ് തന്നെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ മണ്ഡലത്തിലേറെയുണ്ട്. താങ്കൾ സജീവമായി കഴിഞ്ഞുവെന്നാണ് കേട്ടത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ. അങ്ങനെ എനിക്കൊരു നിർദ്ദേശം സജീവമാകാൻ വേണ്ടി തന്നിട്ടില്ല. പാർട്ടി നേതൃത്വം നൽകിയാൽ സജീവമാകും. പിന്നെ ഞാനൊരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു രീതി, കഴിഞ്ഞ 3 അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ പിന്നെ ഒരു ജനപ്രതിനിധി ഏതാണ്ട് 100% ഫീൽഡിൽ എപ്പോഴും ഉണ്ടാവുക. അത് ഏത് സമയത്ത്, പാതിരാത്രി ആട്ടെ രാവിലെ ആട്ടെ എഴുന്നില്ലാതെ എപ്പോഴും ലൈവാണ് ഞാൻ. പിന്നെന്തിനാണ് ഈ ഇലക്ഷൻ വർക്ക് എന്ന് പറയുന്ന ഒരു സംഗതി, പ്രത്യേകിച്ച് ഒരു അഡീഷണൽ വർക്ക്? അത് ഇലക്ഷൻ വർക്ക്, ഇലക്ഷൻ്റെ കമ്മിറ്റികളൊക്കെ വന്നതിന് ശേഷം അവർ രൂപപ്പെടുത്തുന്ന ഒരു പിന്നെ ചെറിയ ചാർട്ടേഡ് വർക്കുകളുണ്ട്. ആ വർക്കിൻ്റെ അനുസരിച്ച് നമ്മൾ പോകുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ജനപ്രതിനിധി, ഞാനെന്നല്ല എല്ലാ ജനപ്രതിനിധികളും അങ്ങനെ തന്നെയാണ്. ഞാൻ പരമാവധി എപ്പോഴും 100% ജനങ്ങളോടൊപ്പം ലൈവായിട്ടുള്ള ഒരാളാണ്. അതിൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ആ രൂപത്തിൽ തന്നെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്ക് വിശ്രമിക്കാനോ ഉറങ്ങാനോ കിട്ടുന്നത്. ശരി, ശ്രീ AM ആരിഫ്, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി എന്ന് നമ്മൾ വിലയിരുത്തുന്ന, താങ്കളുടെ പാർട്ടി അടക്കം വിലയിരുത്തുന്ന 2 കാര്യങ്ങൾ: ഒന്ന്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു, അതുകൊണ്ട് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ്; 2, ശബരിമല. ആ 2 കാര്യങ്ങളാണ് UDF-ന് അനുകൂലമായി കേരളത്തിൽ മാറിയെന്ന് പറയുന്നു. അപ്പോൾ അതിശക്തമായ ആ 2 കാര്യങ്ങൾ UDF-നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അത്ഭുതകരമായ വിജയം ആലപ്പുഴയിൽ ആരിഫ് നേടുന്നത്. ഇപ്പോൾ നോക്കൂ, 2024 വരുമ്പോൾ മറ്റൊരു ശക്തമായ എതിർവികാരം LDF കേരളത്തിൽ നേരിടുന്നുണ്ട് വിവിധ സാഹചര്യങ്ങളാൽ. എന്താണത്? ആൻറ്റി ഇൻകംബൻസിയാണ്. സർക്കാർ വിരുദ്ധ തരംഗം ശക്തമാണ്. അതിൻ്റെ കാരണം സ്വാഭാവികമായും ക്ഷേമ പെൻഷൻ അടക്കമുള്ള വലിയ പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിയുന്നില്ല, ആളുകൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല, കാരുണ്യ പോലുള്ള പദ്ധതികൾ പ്രതിസന്ധിയിലായിരിക്കുന്നു. അപ്പോൾ ഒരു എതിർവികാരമുണ്ട്, അത് വളരെ ശക്തവുമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശക്തമായ എതിർവികാരമുള്ള സമയത്ത് വിജയിച്ച ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായും ആരിഫിനൊരു വെയിറ്റേജ് ഉണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ ആലോചിക്കേണ്ട ഒരു സാഹചര്യമില്ല. യു ആർ എ ഫൈറ്റർ, നിങ്ങൾ ഫൈറ്റ് ചെയ്ത് വിജയിച്ചിട്ടുള്ള ആളാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. പിന്നെ എന്തിനാണ് പാർട്ടിക്ക് ഒരു കൺഫ്യൂഷൻ? എന്തിനാണ് സജി ചെറിയാൻ പറയുന്നത് സുധാകരനും ഐസക്കും ഒക്കെ മത്സരിക്കാൻ യോഗ്യരാണ്, ആലപ്പുഴയ്ക്ക് പറ്റിയ സ്ഥാനാർത്ഥികളാണ് എന്നൊക്കെ? അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ഫൈറ്ററായി ഞാൻ കഴിഞ്ഞ എനിക്ക് പകരം അവർ 2 ആരെങ്കിലും ഒരാളാണ് മത്സരിച്ചിരുന്നെങ്കിലും ജയിക്കുമായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരെ മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള നിലപാടെടുക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ്, കൺഫ്യൂഷനൊന്നുമല്ല. ഇങ്ങനെ മീഡിയാസ് ഇങ്ങനെ പല പേരുകൾ പറയുന്ന കൂട്ടത്തിൽ ഈ 3 പേരുടെ പേരുകൾ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്ത് പറഞ്ഞതാവാനാണ് സാധ്യത. അപ്പോൾ സ്വാഭാവികമായി അതിനകത്തൊരു കൺഫ്യൂഷൻ്റെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. പിന്നെ ആൻറ്റി ഇൻക്യുബൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മാധ്യമപ്രവർത്തകർ നന്നായി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ കാലയളവിലെ ചർച്ചകളൊന്നും ഓർത്തു നോക്കണം. ഞാൻ നിങ്ങളെല്ലാവരെയും അതിലേക്ക് ആ കാലയളവിലെ പിന്നെ ഗവൺമെൻറ് വിരുദ്ധ വികാരം അങ്ങോട്ട് കത്തിക്കുകയായിരുന്നു മീഡിയാസ് എല്ലാം കൂടി. നിങ്ങൾക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, ആന ഊന എന്നൊക്കെ പറഞ്ഞ് മീഡിയാസ് മൊത്തം, അതുപോലെ തന്നെ പിന്നെ ഏതെങ്കിലും ഒരു മീഡിയ 99 സീറ്റ് നേടി LDF ഇത്രയും MLA-മാരെ മാറ്റി അവരെല്ലാം മത്സരിപ്പിക്കാതെ, മന്ത്രിമാരായിരുന്നവരെല്ലാം മത്സരിപ്പിക്കാതെ ഒരു ഫീൽഡ് പുതുമുഖങ്ങളെ വെച്ച് മത്സരിപ്പിക്കാൻ പോകുന്നതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചായിരുന്നു നിങ്ങൾ വളരെ ആശങ്കപ്പെട്ടത്. പക്ഷേ നിങ്ങൾ 90-ൽ നിന്ന് 99 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഒരു മികച്ച വിജയം കരസ്ഥമാക്കുമെന്ന് ഏതെങ്കിലും ഒരു ചാനൽ, കൈരളി ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു ചാനൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതൊന്നുമല്ല. ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടറെ കുറിച്ച് നിങ്ങൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഞങ്ങളിപ്പോൾ നവകേരള സദസ്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്താണ്, ചാനലുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്തൊരു ഫാക്ച്വൽ എറർ ഉണ്ട് ശ്രീ AM ആരിഫ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനുശേഷം കോവിഡ് ഉണ്ടാവുകയും ആ കോവിഡിലെ ആ കോവിഡ്
ആ കോവിഡിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നു. നിരന്തരം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ ഇവിടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത് ശ്രീ എ ആരിഫ്, അത് കേരളത്തിലെ വാർത്താ ചാനലുകളല്ലേ. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ കരുതലിനെ, LDF സർക്കാരിൻ്റെ കരുതലിനെ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിച്ചത് മാധ്യമങ്ങളല്ലേ. ആ മാധ്യമങ്ങളെ LDF ഉപയോഗപ്പെടുത്തിയില്ലേ, മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തിയില്ലേ എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞേക്കാം. ഇപ്പം ഞാൻ അടക്കം വന്ന് വിവിധ മറ്റ് ചാനലുകളാണ്, അരുണാണെങ്കിലും സുജയാണെങ്കിലും ഒക്കെ മറ്റ് ചാനലുകളാണ് പ്രവർത്തിച്ചിരുന്നത്. ഞങ്ങളെല്ലാവരും ഒന്ന് വലിയ വിക്ടറിയാണ് LDFന് പറഞ്ഞത്. ഞാൻ പ്രതിദാനം ചെയ്ത മാതൃഭൂമി എന്ന ചാനലിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് 104 സീറ്റ് വരെ കിട്ടാം LDFന് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഫാക്ച്വൽ എററുണ്ട്. വേറൊരു സാഹചര്യത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് രാഷ്ട്രീയ ബോധമുള്ള അങ്ങ് അംഗീകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ കറക്റ്റ് ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ആ ഒരു നിങ്ങൾ മൊത്തത്തിൽ മാധ്യമപ്രവർത്തകരെ ആകെ കുറ്റപ്പെടുത്തുക എന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. മറിച്ച് ഭൂരിപക്ഷം മാധ്യമങ്ങളും എന്ന നിലയിലാണ് ഞാൻ കണ്ടത്. തീർച്ചയായും നിങ്ങളന്ന് ആ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനതിപ്പോൾ റീകളക്ട് ചെയ്തെടുക്കേണ്ട ഒരു വിഷയമാണ്. എങ്കിൽ പോലും അങ്ങനെ നിങ്ങൾ മൂന്ന് മാധ്യമങ്ങളിൽ ഇരുന്നപ്പോൾ പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങൾ തീർച്ചയായും LDFന് അനുകൂലമായി വന്നിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾക്ക് നിങ്ങൾ നൽകിയ പ്രാധാന്യം തീർച്ചയായും ഒരു വലിയ ആത്മവിശ്വാസം ജനങ്ങളിൽ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ സെൻട്രൽ ഏജൻസീസ്, അന്വേഷണ ഏജൻസികളും അതുപോലെ ആ സമയത്ത് മീഡിയയും എല്ലാം കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അതുപോലെ KT ജലീലിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അതുപോലെ ശ്രീരാമകൃഷ്ണൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ മകനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ മൊത്തത്തിൽ ഒരു അവമതിപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ വളരെ പർപ്പസ്ഫുള്ളി നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിട്ടൊരു സന്ദർഭമാണ്. അത് നമ്മൾ കാണാതെ പോകരുത്. നിങ്ങളൊക്കെ പറഞ്ഞ് ശരിയായിരിക്കാം. ഈ ആത്മവിശ്വാസം ജനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ട്. ഞാൻ പറയേണ്ടത് എന്നത് ചുരുങ്ങിയ പക്ഷം താങ്കളെങ്കിലും മനസ്സിലാലോചിച്ചു. ഞാൻ ആന്റി ഇൻകംബൻസി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, ഞാൻ ആൻറ്റി ഇൻക്യുംബൻസിയിലേക്കാണ് ഞാൻ വന്നത്. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ആൻറ്റി ഇൻക്യുംബൻസി ഇത് പറയുന്നത് ഗവൺമെൻറ് വിരുദ്ധ ഒരു വികാരമുണ്ട് എന്നുള്ള നിലയിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഗവൺമെൻറ് അനുകൂലമായ പല ഘടകങ്ങളും കൂടി ഉണ്ട്. നമ്മളത് കാണാതെ പോകരുത്. കാര്യം വെച്ചാൽ ഈ പ്രതിസന്ധിയിൽ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളും സാമ്പത്തിക പ്രതിസന്ധി മൂലം നിൽക്കക്കളിയില്ലാതെ ഡൽഹിയിലേക്ക് വരിക, സമരം ചെയ്യാൻ. ഇപ്പം നമ്മൾ 8-ാം തീയതി നടത്തുന്നു, 7-ാം തീയതി മറ്റൊരു കൂട്ടം നടത്തുന്നു, കർണാടക നടത്തുന്നു, തമിഴ്നാട് നടത്തുന്നു, ആന്ധ്രാപ്രദേശ് നടത്താൻ പോകുന്നു. ഇവരെല്ലാം സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ആവശ്യമായ പൈസ കൊടുക്കേണ്ടതില്ല എന്ന് നീതി ആയോഗിൻ്റെ മുൻ സിഇഒയുടെ അടുത്തടക്കം ഭീഷണിപ്പെടുത്തിയ വിവരങ്ങളടക്കം പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ജനങ്ങളുടെ മുമ്പാകെ നമുക്ക് ഈ വരുമാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രതിസന്ധിയുണ്ട്, പെൻഷൻ കുടിശ്ശികയുണ്ട്, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ മുട്ടുമടക്കണോ വേണ്ടിയോ, BJPക്ക് മുട്ടുമടക്കി BJP വന്നാലേ ഡബിൾ എഞ്ചിൻ എന്ന് വന്ന അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് കീഴടങ്ങി കൊടുക്കണോ, അതോ ഈ ഇല്ലായ്മയിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഈ പെൻഷനെല്ലാം ഉയർത്തി കുടിശ്ശികയെല്ലാം കൊടുത്ത സർക്കാരിന് കുറച്ചുകൂടി അവസരങ്ങൾ കൊടുത്ത് അവർക്കതിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണോ എന്നുള്ള 2 തരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അത് ഞങ്ങൾ നന്നായി ഫീൽഡിലേക്ക് എന്നത് ഇതിനകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകും. പക്ഷേ കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് മത്സരിക്കുക. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ 2 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1,87,000 വോട്ടാണ് NDA സ്ഥാനാർത്ഥി അവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് BJPയുടെ ക്യാമ്പയിൻ. അബ് കി ബാർ 400 എന്ന മുദ്രാവാക്യം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി ഇന്നലെ പാർലമെന്റിൽ. അങ്ങും അത് കേട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ടർമാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ആരിഫ് MP പറയാൻ പോകുന്നത്? കാരണം വോട്ടർമാർ നിലവിലത്തെ അവസ്ഥയിൽ 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക കിട്ടാതെ നിൽക്കുന്ന വോട്ടർമാർ ഭൂരിപക്ഷമുണ്ട്. അവരെ സംബന്ധിച്ചതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ബാക്കിയെല്ലാം വിട്ടേക്കൂ, സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുക്ക് നിൽക്കുന്ന വോട്ടർമാരെ കണ്ടാണ് ആരിഫ് MP വോട്ടഭ്യർത്ഥിക്കാൻ പോകുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന ഒരു പരിമിതി കൂടിയുണ്ട്. അതുകൊണ്ടൊരു പരിധിയിൽ കവിഞ്ഞ് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ നിങ്ങൾക്ക് വിമർശിക്കാനും കഴിയില്ല. 2 ലക്ഷത്തോളം ഹിന്ദു വോട്ട് അവിടെ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ. അതുകൊണ്ട് BJPയും ഒരു പരിധിക്കപ്പുറം രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ആരിഫ് MPക്ക് വിമർശിക്കാനും കഴിയില്ല. എന്തായിരിക്കും ആരിഫ് MP പറയുക ആലപ്പുഴയിലെ വോട്ടർമാരോട്? ഞാനാണ് മത്സരിക്കുന്നതെങ്കിൽ
പറയാൻ നിരവധിയായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, വികസന കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ ഇവിടെ പറയുമ്പോൾ BJP അതിൻ്റെ മതേതരമായ എല്ലാ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവന ചെയ്യുന്ന മതേതരത്വമാകെ നശിപ്പിച്ചിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്, പ്രകടമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭരണ നേട്ടമായി ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും പൂർത്തീകരണവും. കാരണം ഇത് രണ്ട് മുസ്ലിം ഹിന്ദു സമുദായങ്ങൾ തമ്മിലുള്ള ഭൂമി തർക്കത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിന്മേൽ വിധി പറഞ്ഞു. അത് രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിന് അനുകൂലമായി വിധി വന്നു. അവർ രാമക്ഷേത്രം നിർമ്മിച്ചു. അതിൽ ഇന്ത്യ സർക്കാരിൻ്റെ ഭരണ നേട്ടമായി അത് വിശദീകരിക്കാൻ പോകുന്നത് തന്നെ അത് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലൊരു രാഷ്ട്രീയവൽക്കരണം. പിന്നെ ബാബർ മസ്ജിദ് പൊളിച്ച് ആയിട്ടാണ് അവിടെ ക്ഷേത്രം നിർമ്മിച്ചത് എന്നുള്ള കാര്യത്തിലുള്ള പിന്നെ മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവികാരമുണ്ട്. അത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ആകെയുള്ള അവരുടെ കൺസേണാണ്. അവർക്ക് അതിന് വിമർശനമുണ്ട്. പക്ഷേ ഇതിപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വന്നതോടുകൂടി ആ വിധി എല്ലാവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ട് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി അതൊരു തർക്ക പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല എന്നെല്ലാവരും കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്കെ, അവിടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചു. ആ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പൂജാരികളും അതുപോലെ തന്ത്രികളുമൊക്കെ ചെയ്യേണ്ട ജോലി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്ത് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തെ ഒരു മതേതര പാർട്ടികളും വിശ്വാസികളും യോജിക്കുന്നില്ല. കാരണം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ധാരാളം പൂജാരിമാരുള്ളതാണ്, അവരൊക്കെ ചെയ്യട്ടെ. അത് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തെ നന്നായി തുറന്നു കാട്ടാൻ ശ്രമിച്ചാൽ ഒരു ഹൈന്ദവ വിശ്വാസിയും ഒരിക്കലും അതിൻ്റെ പേരിൽ BJP കൂട്ടിയൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഒരിക്കലും അത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ല. ഒരുപാട് പേർ അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതല്ല നമ്മുടെ പ്രശ്നം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തല്ല, ഗ്യാസിന്റെ വില കൂടി, പെട്രോൾ ഡീസലിന്റെ വില കൂടി, അതുപോലെ ജീവിക്കാനാവാത്ത ശ്രീ എ മാരിഫ്, ആത്മഹത്യ ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അങ്ങയോട് ചോദിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇടപെട്ടത്. ശ്രീ എ മാരിഫ്, കേന്ദ്ര അവഗണനയാണല്ലോ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയം. അത് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. മറ്റന്നാൾ സമരത്തിലേക്ക് പോവുകയാണ്, സമരമല്ല സമ്മേളനം. ആ സമ്മേളനത്തിലും സമരസപ്പെടാതെ മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷത്തിന്റെ പിന്തുണയില്ല, അത് ബജറ്റ് പ്രസംഗത്തിൽ വരെ ധനമന്ത്രിക്ക് പറഞ്ഞു വെക്കേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങേക്ക് അറിയാമോ എന്താണ് ഇന്നലെ ധനമന്ത്രി പറഞ്ഞ പ്ലാൻ ബി എന്ന്? ഒരു പ്ലാൻ ബിയെ കുറിച്ചാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. കേന്ദ്രാവഗണന തുടർന്നാൽ, സമരം മറ്റന്നാൾ നടക്കാൻ പോകുന്നു, അവഗണന തുടർന്നാൽ ആ അവഗണനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകും, ഉടൻ ഉണ്ടാകുമെന്ന് CPIM പോലും പറയുന്നില്ല. അപ്പോൾ എന്താണ് ഈ പ്ലാൻ ബി? നമ്മൾ ഇപ്പോൾ ഇവർ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്കുള്ള സാധ്യതകളെ പരമാവധി, അതായത് പ്ലാൻ ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ കേരളം മുമ്പ് സ്വീകരിച്ചിട്ടുള്ള പല മോഡലുകളുണ്ട്, PPP മോഡലുകളുണ്ട്. ആ PPP മോഡലുകളിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ധാരാളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതിനാണ് വിദേശ മൂലധന നിക്ഷേപങ്ങളും അതുപോലെ തന്നെ ദേശീയ മൂലധനത്തിലെ നിക്ഷേപകരെയും ആകർഷിച്ച് കൊണ്ടുവന്നത്. അതാണ് പ്ലാൻ ബിയുടെ ഭാഗമായി ദേശീയ നമ്മുടെ മൂലധന നിക്ഷേപ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തെ അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, കേരളം വിഭാവന ചെയ്യുന്ന വലിയ ഒരു മാറ്റത്തിന് വിഘാതമായി നിൽക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് സമീപനങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ മുമ്പിൽ വേറെ മാർഗങ്ങളില്ല. അപ്പോൾ അതിന് ഒരുപാട് വിദേശ മൂലധനത്തെ സ്വീകരിക്കാമോ ഇല്ലയോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പാർട്ടി വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയും നമ്മുടെ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ അത് അനുവദനീയമാണ് എന്ന് പാർട്ടി ചർച്ച ചെയ്ത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ കെട്ടുകൾ, അതിൻ്റെ ചരടുകൾ, അതിൻ്റെ നിബന്ധനകൾ, അതിൻ്റെ മറ്റ് വ്യവസ്ഥകൾ, ഇതൊക്കെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നമ്മുടെ നാടിന് ദോഷകരമല്ലാത്ത നിലയിലായിരിക്കണം എഗ്രിമെൻറ്റുകൾ പോകേണ്ടത് എന്നുള്ളതാണ് അന്ന് ഗൗരവമായി ചർച്ച ചെയ്തെടുത്ത തീരുമാനം. ആ പരിമിതിക്കകൾക്ക് നിന്നുകൊണ്ട് നമ്മൾ ധാരാളം സാധ്യതകൾ നമുക്കുണ്ട്. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി കേരളത്തിൻ്റെ വികസന സാധ്യതകളെ ഡെവലപ്പ് ചെയ്യുക എന്നത് തന്നെയാണ് പ്ലാൻ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അവസാനിപ്പിക്കുകയാണ് ശ്രീ എ മാരിഫ്. അതിനു മുമ്പായിട്ട് ഒരു ചോദ്യം കൂടി അങ്ങയോട്. ഇപ്പം ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ പാർലമെൻറ്റിൽ ഏതാണ്ട് 89% അങ്ങയുടെ ഹാജർ നില. നല്ല പെർഫോമറാണ് പാർലമെൻറ്റിൽ താങ്കൾ ഏതാണ്ട് 109ഓളം സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 230ഓളം, ഇപ്പം 30-ന് മേൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സ്വകാര്യ ബില്ലുകൾ 3ഓളം അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ MP-മാരുടെ റെക്കോർഡ് നോക്കുമ്പോൾ ഒരു നല്ല ട്രാക്ക് റെക്കോർഡറാണ്, നല്ല പെർഫോമറാണ് താങ്കൾ പാർലമെൻറ്റിനുള്ളിൽ. ഇനി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഒരു അഭിമാന പദ്ധതിയായിരുന്നു. അതിൻ്റെ കെട്ടിട നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ കായംകുളം അരൂർ റെയിൽപാതയുടെ വികസനം, കായംകുളത്തെ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ പുനഃസ്ഥാപനം,
ആകാശവാണി നിർത്തലാക്കാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഇടപെട്ടത്, അതുപോലെ തന്നെ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു. ഇങ്ങനെ മണ്ഡലത്തിലും ഒരുപാട് കാര്യങ്ങൾ അങ്ങേക്ക് പറയാനുണ്ട്. അപ്പോൾ ഒരേ സമയം താങ്കൾ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലും ഒപ്പം തന്നെ പാർലമെന്റിൽ പെർഫോം ചെയ്യുകയും ചെയ്യുന്നു. താങ്കളല്ല ആര് മത്സരിച്ചാലും ഇതെല്ലാം ഇടതുപക്ഷത്തിന് ആ മണ്ഡലത്തിൽ ഗുണം ചെയ്യും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ഞങ്ങൾ LDF പറയാൻ പോകുന്നത് എന്താണ്? ഞങ്ങളുടെ കഴിഞ്ഞ തവണത്തെ ജനപ്രതിനിധി ഇങ്ങനെ പാർലമെൻറ്റിനകത്തും പുറത്തും ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞപ്പോഴും ഇത് തന്നെ പറഞ്ഞു. AM ആരിഫ് പാർലമെൻറ്റിനകത്തും പുറത്തും വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു, ഞങ്ങൾക്ക് നല്ല പൂർണ്ണമായ ആത്മസംതൃപ്തി നൽകുന്ന പെർഫോമൻസ് ആയിരുന്നു, അത് ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല എന്ന് അദ്ദേഹവും പറഞ്ഞു. അപ്പം ഇപ്പം നിങ്ങളും അത് സമ്മതിച്ചു തന്നതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇത് ആണ് ഏത് LDF മെമ്പർമാർ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നാലും ഇത്തരത്തിൽ പെർഫോം ചെയ്യാനുള്ള കഴിവുള്ള സ്ഥാനാർത്ഥികളെ തന്നെ ആയിരിക്കും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നതായിരിക്കും പാർട്ടി ആരായിരുന്നാലും പറയാൻ പോകുന്ന ക്യാമ്പയിൻ. താങ്ക് യു ശ്രീ എ ആരിഫ് MP നമുക്കൊപ്പം ചേർന്നതിന്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്കൾ ഇനി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കഴിഞ്ഞ തവണത്തെ നമ്മുടെ കവിത മില്യൺസ് ആണ് കേട്ടോ പോയത്. പിന്നെ കഴിഞ്ഞ തവണത്തെ നമ്മുടെ മില്യൺസാ പോയത്. വളരെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അത്. എന്റെ സ്വന്തം കവിത ഉണ്ടായിരുന്നു, ഇനിയിപ്പോ സമയമില്ലല്ലോ. ഉണ്ടെങ്കിൽ അല്ല, അതിനുവേണ്ടി സമയം നമ്മൾ മാറ്റി വെക്കും. പിന്നെന്താ, കവിത പാടുന്നത് വലിയ കാര്യല്ലേ? പക്ഷേ AM ആരിഫ് കോളേജിലെ SM കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കവിത എഴുതുമായിരുന്നോ? മാഗസിനിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ സമയം കഴിഞ്ഞോ? ഇല്ലില്ല. ഞാൻ കവിതയും കഥയും എല്ലാം എഴുതുന്ന സ്വഭാവക്കാരനാണ്. ആണോ? മാഗസിനിലൊക്കെ എഴുതുന്നത് ആ സമയത്ത് തെരുവ് നാടകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ അറിയാതെ പോയ കലാകാരനാണ്. പ്രവർത്തനങ്ങളിലെല്ലാം അത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതിനോടൊപ്പം ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പിന്നെ കഴിഞ്ഞ തവണത്തെ കവിത എന്തായാലും മില്യൺസാണ് പോയത് കേട്ടോ. എന്തായാലും റിപ്പോർട്ടർ TVയുടെ പിന്നെ അതിൻ്റെ ഇത് വെച്ചിട്ടാണ്, ലോഗോ കൂടി വെച്ചിട്ടാണ് എല്ലാവരും അത് കണ്ടത്. പക്ഷേ ലൈറ്റ് മൊത്തം അടിച്ചിരിക്കുന്നത് വായിക്കാൻ പറ്റുന്നില്ല. അതെ തീർച്ചയായും അതിലെൻ്റെ കവിത ആ വഴി ഒരുപാട് പിന്നെ വ്യൂവേഴ്സിൻ്റെ അടുത്തിട്ട് പോയി എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണ്. നിശ്ചയമായി. പക്ഷെ ഇതിപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല, കാര്യം വെച്ചാൽ ഇത് ഈ ലൈറ്റ് കണ്ടിലിട്ട് അടിച്ചിരിക്കുന്നു. ആ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തരും അവർ, ആ ക്യാമറമാന്മാർ. പിന്നെന്താ, ഒന്നും ഒരു പ്രശ്നമല്ല. ഈ ആലപ്പുഴക്കാരുടെ പ്രത്യേകത കവിത അവർക്കൊരു വീക്ക്നെസ്സാ. പിന്നെ അങ്ങയുടെ ഒരു വോട്ടർ തിരുവനന്തപുരത്തേക്ക് വോട്ട് മാറ്റിയ ഒരു വോട്ടർ ഇവിടെ ഉണ്ട്. അല്ല, നമ്മുടെ നാട് അല്ലേ? വായിക്കട്ടെ. അപ്പം എൻ്റെ കലാകൗമുദി 2018 ഒക്ടോബർ മാസം 15-ാം തീയതി പ്രസിദ്ധീകരിച്ചൊരു കവിതയാണ് എൻ്റെ പ്രളയകാല പാഠങ്ങൾ. അതിൽ എല്ലാം വായിക്കുന്നില്ല, ആകെ സമയമില്ലല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ടൊരു പാരഗ്രാഫേ വായിക്കുന്നുള്ളൂ. എനിക്കെൻ്റെ ജാതിയാണ് വലുത്, ജാതി ചോദിക്കണം, ചിന്തിക്കണം, പറയണം എന്നതാണ് എൻ്റെ പക്ഷം. ജാതി കൊണ്ട് സ്ഥാനവും മാനവും നേടുന്നത് കാണുമ്പോൾ, ജാതി കൊണ്ട് ജനത്തെ ജയിക്കാമെന്ന് കണ്ടപ്പോൾ ഞാനൊരു ജാതിക്കാരനായി. ജാതി കോട്ട കെട്ടി മറ്റു മതക്കാരൻ്റെ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞു. മറ്റു മതക്കാരെ വെറുക്കാൻ പഠിപ്പിച്ചു. പക്ഷേ പ്രളയമെൻ്റെ ജാതിക്കോട്ട പിഴുതുകൊണ്ടുപോയി. ശത്രുമതത്തിൻ്റെ ക്ഷേത്രവും മസ്ജിദും ദേവാലയവുമെല്ലാം ക്യാമ്പായി മാറിയ കോട്ടയാണ് എന്നെ കാത്തത്. ദൈവമേ, ഒരു പ്രളയം വേണ്ടി വന്നല്ലോ എൻ്റെ മനസ്സ് കഴുകി വൃത്തിയാക്കാൻ. ഇത് കഴിഞ്ഞ പ്രളയകാലത്ത് ഞാൻ എഴുതിയാണ്, നമ്മുടെ 2018. എല്ലായിടത്തും ഇനി അങ്ങോട്ട് വായിക്കാൻ സമയമില്ല, ഞാൻ വായിക്കുന്നില്ല. പക്ഷെ അതൊരു വലിയ സന്ദേശം നിശ്ചയമായും. എന്താ പറയാ, അതെ നമ്മുടെ ഒരു ദുരന്തത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ജാതിയും മതവും എല്ലാം മാറുന്നു. നമ്മുടെ ജീവൻ മാത്രമായി ആവശ്യം അല്ലെ, ജീവനെ പ്രതിരോധിക്കുക എന്നുള്ള ആവശ്യം വരുമ്പോൾ എല്ലാവരും പ്രളയകാലത്ത് എത്ര വീടുകൾ കാരണം വെച്ചാല് ആലുവയിലെ ക്ഷേത്രമുറ്റത്താണ് അന്ന് ബക്രീദ് നമസ്കാരം നടത്തിയത്. ഞാൻ അത് ഓർത്തതാണ്. ആലുവയിലെ ക്ഷേത്രമുറ്റത്താണ് ബക്രീദ് പെരുന്നാൾ നിസ്കാരം നടത്തിയത്. അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ
ഓക്കെ ഓക്കെ താങ്ക് യു Thank you. താങ്ക് യു ശ്രീ അപ്പോൾ സന്തോഷം അല്ലേ? രാവിലെ ഒരു കവിത ചൊല്ലാൻ ഒരു ആശയവും പ്രേക്ഷകർക്ക് കൊടുത്തു അതെ 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 താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ശ്രീ എ എം ആരിഫ്, ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും കാണാം. ഈ തെരഞ്ഞെടുപ്പ് സമയം നമ്മളിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കും. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.